എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെ അറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്നത് ആരാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് 2 ഫയലുകൾ നൽകിയിരിക്കുന്നു. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്നത് ആരാണ്? എന്താണ് അവരുടെ ഉദ്ദേശം? നമുക്ക് ഒന്നാമത്തെ ഫയലായി ചുവന്ന മത്സ്യത്തെ തിരഞ്ഞെടുത്ത റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളിൽ നിന്ന് പലതും മറച്ചു വെക്കുന്നുണ്ട്. അവർ പറയാനും ചെയ്യാനും ഉദ്ദേശിക്കുന്നതിനെ പറ്റി നിങ്ങൾക്കോ മറ്റാർക്കോ അറിവുണ്ടാകുകയുമില്ല. അവരുടെ പ്രവർത്തനങ്ങൾ അവർ രഹസ്യമായിട്ടാണ് നിർവഹിക്കുന്നത്. അവർ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ ലോകത്തേക്ക് നിങ്ങളെ എത്തിക്കുക, അവർ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, അവരുടെ ചിന്തകൾ, അതിലേക്ക് നിങ്ങളെ എത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്നതും അവർ ഉൾക്കൊള്ളുന്നതൊക്കെ അത് തന്നെയാണ്. അവർക്കെപ്പോഴും കൃത്യമായിട്ട് നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണ്, നിങ്ങളുടെ സാമീപ്യം ആവശ്യമാണ്. അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകാനും നിങ്ങൾക്കൊപ്പം ജീവിതം പങ്കുവെക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ മാറ്റി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷമാക്കാൻ വേണ്ടി, അവരുടെ സന്തോഷത്തിന്, അവരുടെ ആവശ്യത്തിന് നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. നിങ്ങളെ കൈവശത്താക്കാനായിട്ട്, നിങ്ങളെ അവരുടെ ചൊൽപ്പടിയിൽ നിർത്താനായിട്ട്, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന ഒരു ആളായിട്ട് നിങ്ങളെ മാറ്റാൻ വേണ്ടി അവരൊരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അണിഞ്ഞൊരുങ്ങുക, നിങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളിഷ്ടപ്പെടുന്ന രീതിയിൽ എന്തൊക്കെ സ്വഭാവങ്ങൾ മാറ്റാൻ കഴിയുമോ അതൊക്കെ മാറ്റുക. നിങ്ങൾക്കില്ലാത്ത ചില കാര്യങ്ങൾ അവർക്കുണ്ടെന്ന് നടിക്കുക. നിങ്ങൾക്കിഷ്ടമുള്ള ചില കാര്യങ്ങൾ അവരിലുണ്ട് എന്ന് വരുത്തി തീർത്ത് നിങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുക. അങ്ങനെ സംഗീതം, കല, അതിൻ്റെയൊക്കെ അതവർ ഉപയോഗിച്ചേക്കാം അതിനുമായിട്ട് ബന്ധപ്പെട്ട്. ഏതായാലും നിങ്ങളെ അവരുടെ ചൊൽപ്പടിയിൽ കൊണ്ടുവരാൻ അവരാഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് നിങ്ങളെ ഉൾപ്പെടുത്തുക. അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളെ ആഗ്രഹമാണ്. നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് അവരാഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹം പലപ്പോഴും അതിര് കടക്കുന്നുണ്ട്. കാരണം അവർ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ തട്ടിയെടുക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു ചിന്തയാണ്, ഒരു പ്രവൃത്തിയാണ്. അവർ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ അടർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പല നിർണായകമായ സംഭവവികാസങ്ങളുണ്ടായേക്കാം. ഇനി ഇവരെ നിങ്ങളും കൂടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളെ അവരാഗ്രഹിക്കുന്നുണ്ട് എന്ന് നാം നോക്കി, ഇനി അവർ നിങ്ങളെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സംഭവം നിങ്ങളുടെയും കൈവിട്ടു പോകും. കാരണം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളും ആഗ്രഹിച്ചാൽ അതൊരു വലിയ പ്രണയമായി പോകും. അത് ആവശ്യത്തിനായാലും ശരി, അനാവശ്യത്തിനായാലും ശരി, നിങ്ങൾക്കും അവർക്കും മറ്റൊരു പ്രണയ ലോകം പ്രദാനം ചെയ്യുന്ന രീതിയിലേക്ക് അത് പോകും. ഒരാൾ മാത്രം സ്നേഹിക്കുന്നുള്ളൂവെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേക്കാം. പക്ഷേ 2 പേരും സ്നേഹിക്കുമ്പോൾ അത് ദൃഢമായൊരു പ്രണയമായി മാറും. എന്തിനാണോ പ്രണയിച്ചത്, എന്തിനാണോ അടുക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ചിലപ്പോൾ അവർ നിങ്ങളുടെ മനസ്സ് കവർന്നെടുത്തേക്കാം. അവർ നിങ്ങളെ അത്തരത്തിൽ അപ്രോച്ച് ചെയ്ത് നിങ്ങളെ കവർന്നെടുക്കും, അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വല്ലാത്തൊരു വശ്യത അവരിലുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അവരെ സ്നേഹിക്കും കൂടി ചെയ്താൽ, ആ വരുന്ന ആളെ നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്താൽ അത് ദൃഢമായൊരു ഇഷ്ടമായി മാറുന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കിനി 2ാമത്തെ ഫയലിലേക്ക് പോകാം.
അടുത്തായിട്ട് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. നിങ്ങൾ രഹസ്യമായിട്ട് രണ്ടാമത്തെ പോയിന്റ് തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ രഹസ്യമായിട്ട് പ്രണയിക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ വശ്യമായല്ല പ്രണയിക്കുന്നത്, നോർമലായിട്ടാണ്. ഒരു സാധാരണ വ്യക്തി ഒരാളെ ആഗ്രഹിക്കുന്നത് പോലെ. പക്ഷെ പലപ്പോഴും അത് നിങ്ങൾക്ക് അറിയണമെന്നില്ല. അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവരുടെ പെരുമാറ്റം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർ നിങ്ങളെ പ്രണയിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് ഒരു നോർമൽ സെൻസിലാണ്. അവർ സാധാരണ പോലെ നിങ്ങളോട് പെരുമാറുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളോട് ഇടപഴകുന്നു. പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ടെന്നോ നിങ്ങളോട് അതിര് കവിഞ്ഞ ഇഷ്ടമുണ്ടെന്നോ അവരുടെ പ്രവർത്തനങ്ങളിലോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ പറയുന്നത് ചില വസ്തുതകളായിരിക്കാം. അവർ പറയുന്നത് സാധാരണ നോർമൽ ആളുകൾ പറയുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ അവർ നിങ്ങളെ സ്നേഹിക്കുകയാണ്. അതിര് കവിഞ്ഞ് നിങ്ങളെ പ്രണയിക്കുമ്പോഴും നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമ്പോഴും സാധാരണ ആളുകൾ പറയുന്ന ഒരു സംശയവും തോന്നാത്ത രീതിയിലുള്ള പ്രവൃത്തികളും വാക്കുകളുമായിട്ട് അവർ മുന്നോട്ട് പോകും. അവർ നിങ്ങളെ അളന്ന് തിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കൊരു പക്ഷേ അവരോട് സ്നേഹമുണ്ടാകാം, അവരോട് ഇഷ്ടമുണ്ടാകാം. അങ്ങനെ അവരോട് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ നിങ്ങൾ അവരുടെ സ്നേഹത്തിന് വേണ്ടി അവരോട് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എന്നെ താല്പര്യമുണ്ടോ, എന്നെ ഉൾക്കൊള്ളാമോ, എന്നെ സ്വീകരിക്കാമോ എന്ന് നിങ്ങൾ അവരോട് ചോദിച്ചേക്കാം. ആ സമയത്ത് പോലും അവർ അതിനെക്കുറിച്ച് അത് സമ്മതിക്കില്ല. അവർ എന്താണ് എന്നോട് അങ്ങനെ തോന്നിയത്, എന്താണ് പറയാൻ നിങ്ങൾക്ക് മോശമില്ലേ എന്നൊക്കെ ഒരു താല്പര്യമില്ലാത്തതുപോലെ അവർ, അല്ലെങ്കിൽ അനുകൂലമല്ലാതെ പോലും അവർ പ്രതികരിച്ചേക്കാം. പക്ഷേ അവരുടെ ഉള്ളിൽ അവരത് നേരത്തെ പറയാൻ ആഗ്രഹിച്ചതായിരിക്കാം. അവർ കുറേ നാളുകളായിട്ട് നിങ്ങളെ പ്രണയിക്കുകയായിരിക്കാം, നിങ്ങളെ ഇഷ്ടപ്പെടുകയായിരിക്കാം. പക്ഷേ അവരത് തുറന്നു പറയുന്നില്ല. അവരുടെ ഒരു തന്ത്രമാണത്. തൻ്റെ ഇഷ്ടം ആരോടും തുറന്നു പറയാതെ എന്നോട് നേരിട്ട് ചോദിച്ചാൽ പോലും അതേക്കുറിച്ച് താല്പര്യമില്ലാത്ത രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ഒരു പറ്റിക്കുന്ന സ്വഭാവം. പറ്റിക്കുന്നതെന്ന് പറഞ്ഞാൽ വഞ്ചനയല്ല. അവിടെ മനസ്സിൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ അവരോട് ചെന്ന് സ്നേഹം പറയുമ്പോൾ അത് മൈൻഡ് ചെയ്യാത്ത പോലെ പ്രവർത്തിക്കുക. അതിലവർ വിജയിച്ചു എന്നാണ് അവർ കരുതുന്നത്. യഥാർത്ഥത്തിൽ ഒരു തരം പ്രണയമാണത്. സംശുദ്ധമായൊരു പ്രണയം തന്നെയാണ്. രഹസ്യമായി വെക്കുക. ഞാനൊരാളെ സ്നേഹിക്കുന്നത് ആൾ പോലും അറിയരുത്. പക്ഷേ എനിക്ക് ആ ആളറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിക്കണം. ഞാൻ ആ ആളുമായിട്ട് എല്ലാ പെരുമാറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും അവരതറിയരുത്. എന്നിട്ട് എപ്പോഴോ അവർ ആഗ്രഹിക്കുന്ന സമയത്ത്, അവർ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അത് തുറന്നു പറയുക. അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമേ അവരുടെ സ്നേഹം കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഓരോ മുഖഭാവങ്ങളിലും നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ അവർക്ക് വിഷമമുണ്ടാവുന്നത് കാണാം. പക്ഷെ അവർ പുറത്ത് സമ്മതിക്കില്ല. അങ്ങനെ ഉള്ള ആളുകളാണ്. അവരുടെ ഉദ്ദേശം നിങ്ങളെ സ്നേഹിക്കൽ തന്നെയാണ്. ഒരു വ്യത്യസ്തമായ സ്വഭാവ രീതിയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി അവർ സ്നേഹിക്കുന്നുമുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അവരങ്ങനെയാണ് അവരുടെ ശൈലി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.